Yes, we are moving to question number 18. A parallel plate capacitor was made with two rectangular plates, each with length L is equal to 3 cm and breadth is equal to 1 cm. The distance between the plate is 3 micrometer. Out of the following, which are the ways to increase the capacitance by a factor of 10? 10 ആയിട്ട് അത് കൂടാൻ വേണ്ടി ഏതൊക്കെ അതായത് ലെങ്ത്തിലും ബ്രെഡത്തിലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റും എങ്ങനെയൊക്കെ മാറ്റിയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റാന്ന് വരും. അതായത് ഈ ABCD എന്നുള്ള 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 5 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് വിൻഡോ. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? സിയും ഇയും മാത്രമാണ് ശരിയെന്നാണ്. അപ്പോൾ നമുക്ക് സിയും അതേപോലെ ഇയും മാത്രം ചെയ്ത് നോക്കാം. സോ ചാപ്റ്റർ ഏതാ? പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. എഗെയിൻ കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ അതേ ചാപ്റ്റർ എന്ന ടോപ്പിക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്തു അല്ലേ. സോ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? C is equal to ε0 A divided by D അല്ലേ. ഇവിടുത്തെ മീഡിയം ഒന്നും മാറുന്നില്ല. സോ ε0ൻ്റെ ടൈമിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഏരിയ മക്കളെ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ എന്ന് ഡിസ്റ്റൻസ് എന്ന് എഴുതിയ കൂടെ. സോ നമുക്ക് ആദ്യം സി എടുക്കാം. വാട്ട് ഈസ് സി ഇതല്ലേ. സോ നമുക്കിവിടെ ഫസ്റ്റ് കേസിൽ സി ഡാഷ് ഇസ് ഈക്വൽ ടു ε0 ഇൻറ്റു ലെങ്ത് 6 cm, 6 × 10⁻², ഒക്കെ സെൻറ്റിമീറ്റർ അല്ലേ. ബ്രെഡ്ത്ത് 5 cm, 5 × 10⁻² ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 3 × 10⁻6 ആണ്. സോ 6 × 5 ഈസ് 30. അപ്പോൾ ഞാനിവിടെ കൺവേർഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെയും സെൻറ്റിമീറ്റർ ആണ്, ഇതും സെൻറ്റിമീറ്റർ ആണ്, ഇതും മൈക്രോമീറ്റർ ആണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ യൂണിറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും ദർ ഇസ് നോ ഇഷ്യൂ. അതുകൊണ്ട് ഞാൻ ആ യൂണിറ്റ് ഒഴിവാക്കുകയാണേ. സോ യൂണിറ്റ് ഒഴിവാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, 6 × 5 30 ഡിവൈഡ് ബൈ 3 ചെയ്താൽ കിട്ടുക 10 അല്ലേ. 30 ഡിവൈഡ് ബൈ 3 ചെയ്താൽ നിങ്ങൾക്ക് 10 കിട്ടും. 10 ε0 എന്ന് വരും. അതായത് 10 ടൈംസ് ആയി എന്നുള്ള മീനിങ് അല്ലേ. 10 ടൈംസ് ആയി. സപ്പോസ് നിങ്ങളിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്ത് നോക്കുക. ഈ ഒരു റിലേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 3 പിന്നെ 1 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ε0 എന്ന് മാത്രമേ കിട്ടുക. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും ഡിസ്റ്റൻസും നോക്കുകയാണെങ്കിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന സിയുടെ വാല്യൂ, നിങ്ങൾ കിട്ടാൻ പോകുന്ന സി എന്ന് പറഞ്ഞിരിക്കുന്നത് ε0 ഇൻറ്റു ലെങ്ത്തും ബ്രെഡ്ത്തും 3 × 1 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 3 ആയതുകൊണ്ട് ε0 എന്ന് കിട്ടും. അതിൻ്റെ 10 ടൈംസ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. സോ നിങ്ങൾക്ക് സി എന്നുള്ള ഓപ്ഷൻ എടുത്തപ്പോൾ എനിക്ക് 10 കിട്ടി. അപ്പോൾ ഇവിടെ സി ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എ ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ബി ആൻഡ് ഡി ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ഒന്നെങ്കിൽ സി ഓൺലി വരാം, അല്ലെങ്കിൽ സി ആൻഡ് ഇ ഓൺലി വരാം. അപ്പോൾ നമുക്ക് സി ഈ ഒരു വാല്യൂവിൽ ആൻസർ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് 3യും സെക്കൻഡ് ഓപ്ഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി 1 ആണോ 4 ആണോ കറക്റ്റ് എന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇ എടുത്ത് നോക്കാം. ഈ ശരിയാണോ തെറ്റാണോ നോക്കിയാൽ നമുക്ക് ആൻസറായി. ഈ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, വാട്ട് ഈസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു ε0 ഇൻറ്റു വാട്ട് ഈസ് ലെങ്ത് 5, ബ്രെഡ്ത്ത് 2 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 1 അല്ലേ. 5 × 2 10. അപ്പോൾ നമുക്ക് സി ഡാഷിൻ്റെ വാല്യൂ 10 ε0 എന്ന് കിട്ടിയില്ലേ. സോ ഈ രണ്ട് കേസിലും, അതായത് സിയിലും അതേപോലെ തന്നെ സിയിലും അതേപോലെ തന്നെ ഇയിലും നമുക്ക് എന്ത് കിട്ടി? സിയിലും അതേപോലെ തന്നെ നമുക്ക് ഇയിലും എന്ത് കിട്ടി മക്കളെ? 10 ടൈംസ് ആയി എന്ന് കിട്ടിയില്ലേ. അതുകൊണ്ട് സിയും ഇയും ശരിയാണ്. സി ഓൺലി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആൻസർ ഓപ്ഷൻ 1 ചൂസ് ചെയ്തു. സോ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. സോ സിമ്പിൾ ഐഡിയ ആണ്, പക്ഷേ നല്ല ചോദ്യമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ബൈ.